ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഇന്ന് നടന്ന ദേവസ്വം എക്സാമിൻ്റെ ആൻസർ കീ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം. ആദ്യത്തെ ചോദ്യം, കേരള ഫോക്ലോർ അക്കാദമി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള കണ്ണൂർ. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന NS മാധവൻ്റെ ചെറുകഥ ആരുടെ മരണത്തെ ആസ്പദമാക്കി രചിച്ചതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി. മൂന്നാമത്തെ ചോദ്യം, തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഏത് സ്ഥലത്താണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള തിരൂർ. നാലാമത്തെ ചോദ്യം, ആരുടെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം? KP കേശവമേനോൻ്റെ ആത്മകഥയുടെ പേരാണ് കഴിഞ്ഞ കാലം. KP കേശവമേനോൻ. നവംബർ 15 ജാൻജതായി ഗൗരവ് ദിവസ് ആയി ആചരിക്കുന്നത് ഏത് ഗോത്രവർഗ നേതാവിൻ്റെ സ്മരണാർത്ഥമാണ്? ഉത്തരമായിട്ട് വരുന്നത് ബിർസ മുണ്ട. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. നിലവിൽ ക്ഷേമ പെൻഷൻകാർക്ക് കേരള സർക്കാർ ഒരു മാസത്തിൽ നൽകുന്ന തുക എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആയിട്ടുള്ള 1600 രൂപയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഏഴാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. പിന്നെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള 1, 2, 4. ആ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. 1, 2, 4. ഇനി അടുത്ത ചോദ്യത്തിലടക്കാം. അടുത്ത പേജ്. എട്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായവ കണ്ടെത്തുക. അടുത്തും ശരിയായവ കണ്ടെത്താനുള്ള ക്വസ്റ്റ്യനാണ്. അതിന് ഞാൻ ആൻസർ പറയാം. ഓപ്ഷൻ ഡി ആയിട്ടുള്ള എല്ലാം ശരിയാണ് ഉത്തരമായിട്ട് വരുന്നത്. ഒന്നാമത്തേതായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്, മറവി രോഗം കണ്ടെത്തി വയോജനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് ഓർമ്മത്തോണി. അത് ശരിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്ത് വരുമാന മാർഗം കണ്ടെത്തുന്നതിനായി വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് സഹായഹസ്തം പദ്ധതി. 18 വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികളെ ചികിത്സാ ചെലവുകൾ വഹിക്കാനായി സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് താലോലം പദ്ധതി. അതും ശരിയാണ്. ടൈപ്പ് 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്ക് മരുന്നും പിന്തുണയും നൽകാനുള്ള പദ്ധതിയാണ് മിഠായി. ഇതും ശരിയാണ്. സോ 4 ശരിയാണ്. അതുകൊണ്ട് എല്ലാം ശരിയാണെന്നുള്ളതാണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം, ഒമ്പതാമത്തെ, സ്കൂൾ കുട്ടികളെ ഒളിമ്പിക്സ് എന്ന ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്ന പദ്ധതികളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ ബാസ്കറ്റ് ബോളിന് ഉള്ള പദ്ധതി ഏത്? ബാസ്കറ്റ് ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹുപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഓപ്ഷൻ സി ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. പത്താമത്തെ ചോദ്യം, ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള നവംബർ 26. ദേശീയ ഭരണഘടനാ ദിനം നവംബർ 26. അടുത്ത ചോദ്യം വരുന്നത്, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അത് ശരിയാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, മൗലിക കടമകൾ റഷ്യയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്. അതും ശരിയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കാം. മാർഗനിർദ്ദേശ തത്വങ്ങൾ ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അത് തെറ്റായ സ്റ്റേറ്റ്മെൻറ്റാണ്. ഉത്തരമായിട്ട് വരുന്നത് അയർലൻഡിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അപ്പം മൂന്നാമത്തെ തെറ്റാണ് കേട്ടോ. നാലാമത്തെ, ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. അതും തെറ്റാണ്. ഉത്തരമായിട്ട് വരുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി കടമെടുത്തിരിക്കുന്നത്. സോ 3, 4 തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിൽ അടക്കാം. കാശ്മീരിന് പ്രത്യേക അധികാര പദവി നൽകിയിരിക്കുന്ന ആർട്ടിക്കിൾ 370 നിർത്തലാക്കിയത് എന്ന്? അതാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഇത് ഓപ്ഷൻസിൽ ഇല്ല. 2019 ആഗസ്റ്റ് 5 ആക്ച്വലി ഉത്തരമായിട്ട് വരുന്നത്. പക്ഷേ ആഗസ്റ്റ് 9 ഇവിടെ കൊടുത്തേക്കണേ. സോ അത് ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത ചോദ്യം, 13. ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആര്? അതാണ് ചോദ്യം. അതിൻ്റെ ആൻസറും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. അതിൻ്റെ ആൻസർ പറയുന്നത് ഗണേഷ് കുമാറാണ്. സോ അതാണ് ഇവിടെ കൊടുക്കാത്തത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം ക്യാൻസലായി പോകും. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ പഴയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ പുതിയ പേരെന്ത്? പഴയ പേരായിരുന്നു സൻസാദ് ഭവൻ. അത് പുതിയ പേരാക്കി. അതാണ് സംവിധാൻ സദൻ. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 15 ചോദ്യം, 2024 താഴെ കൊടുത്തിരിക്കുന്നത്
കൊടുത്തിരിക്കുന്ന ഏത് സംഭവത്തിൻ്റെ 100-ാം വാർഷികമായിരുന്നു? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള വൈക്കം സത്യാഗ്രഹമാണ് ഉത്തരമായിട്ട് വരുന്നത്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപം, ഓപ്ഷൻ ഡി. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ളത് ഏതെല്ലാം? കേസരി എന്ന പത്രം ആരംഭിച്ചത് ബാലകൃഷ്ണൻ പിള്ളയാണ്, അത് ശരിയാണ്. വേലക്കാരൻ എന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്, അതും ശരിയാണ്. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചത് വൈക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്, അതും ശരിയാണ്. അൽ അമീൻ എന്ന പത്രം ആരംഭിച്ചത് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബാണ്, അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി ആയിട്ടുള്ള എല്ലാം ശരിയാണ്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 18. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് സമരമാണ് തുലാം 10 സമരം എന്നറിയപ്പെടുന്നത്? തുലാമാസം നടന്നതുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരമാണ് ഉത്തരമായിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആയിട്ടുള്ള പുന്നപ്ര വയലാർ സമരം. അടുത്ത ചോദ്യം, കുടുംബശ്രീ ആരംഭിച്ച ഖരമാലിന്യ സംസ്കരണ പദ്ധതിയുടെ പേരെന്ത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള തെളിമ. അടുത്ത ചോദ്യത്തിൽ കിടക്കാം. 20-ാമത്തെ ചോദ്യമാണ്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണങ്ങൾ തടയാൻ കേരള പോലീസ് ആരംഭിച്ച ബോധവൽക്കരണ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള മാലാഖ ആണ് ഉത്തരമായിട്ട് വരുന്നത്. 21-ാമത്തെ ചോദ്യം, ഡ്രൈവിംഗ് പരിശീലനത്തിലെ ക്രമക്കേടുകൾ കണ്ടെത്താനായി വിജിലൻസ് നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്ത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഓപ്പറേഷൻ സ്റ്റെപ്പിനി. 22-ാമത്തെ ചോദ്യം, ഭാരതീയ ന്യായ സംഹിത നിലവിൽ വന്നത് എന്ന്? ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ഡി ആയിട്ടുള്ള ജൂലൈ 1, 2024. ഇന്ത്യയിൽ ആദ്യമായി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ച ഭാഷ ഏത്? എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. ഓപ്ഷൻ ബി ആയിട്ടുള്ള തമിഴാണ് ഉത്തരമായിട്ട് വരുന്നത്. തുലാവർഷം എന്നറിയപ്പെടുന്നത് എന്താണ്? അത് വടക്ക് കിഴക്കൻ നോർത്ത് ഈസ്റ്റ് മൺസൂണിനെയാണ് തുലാവർഷം എന്നറിയപ്പെടുന്നത്, വടക്ക് കിഴക്കൻ മൺസൂണിനെ. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. 25-ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. ഇതിനകത്ത് ഓപ്ഷൻ എ ആയിട്ടുള്ള പെരിയാറാണ് ഉത്തരമായിട്ട് വരുന്നത്. കബനി, ഭവാനി, പമ്പാർ എന്നീ 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. പെരിയാർ മാത്രമാണ് പടിഞ്ഞാറോട്ടേക്ക് ഒഴുകുന്നത്. സോ അതാണ് ഇതിനകത്ത് ഓഡ് വൺ. അടുത്ത ചോദ്യം 26-ാമത്തെ, ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ ശ്രീ അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള മുംബൈ ആണ് കറക്റ്റ് ആൻസർ. 27-ാമത്തെ ചോദ്യം, ഏത് പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള വള്ളപ്പട്ടണം പുഴ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പാമ്പാടും ചോല. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലെടുക്കാം. അടുത്ത ചോദ്യം 29-ാമത്തെ ചോദ്യമാണ്. ചുരന്മല മുണ്ടക്കൈ ദുരന്തം നടന്ന ജില്ല ഏത്? ഓപ്ഷൻ ബി ആയിട്ടുള്ള വയനാട് ജില്ലയിലാണ് ഈ ദുരന്തം നടന്നത്. അപ്പോൾ ഓപ്ഷൻ ബി വയനാടാണ് കറക്റ്റ് ആൻസർ. 30-ാമത്തെ ചോദ്യത്തിലെടുക്കാം. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ഒഡീഷയാണ്. ഡാന ചുഴലിക്കാറ്റ് ഭീഷണി നേരിട്ട സംസ്ഥാനം ഓപ്ഷൻ സി ഒഡീഷ. നിർദ്ദിഷ്ട ഗ്രീൻ ഫീൽഡ് ദേശീയപാത ഏതെല്ലാം പ്രദേശങ്ങളെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ തിരുവനന്തപുരം തുടങ്ങി അങ്കമാലി വരെ എന്നുള്ളതാണ് കാട്ടിയത്. അത് പക്ഷേ ഓപ്ഷൻസിലില്ല, അതുകൊണ്ട് എനിക്കറിയില്ല ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതുകൊണ്ട് അത് ചിലപ്പോൾ ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. സോ അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. 32-ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അന്തർദേശീയ കപ്പലുകൾക്ക് സർവീസ് നടത്താനുള്ള ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് അംഗീകാരം ഏറ്റവും അവസാനമായി നേടിയ കേരളത്തിലെ തുറമുഖം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള വിഴിഞ്ഞമാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ ആദ്യമായി ആരംഭിച്ച വിമാനത്താവളം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള കൊച്ചിൻ വിമാനത്താവളം.
ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ റെയിൽവേ ആരംഭിച്ചത് എവിടെയാണ്? ഓപ്ഷൻ സി ആയിട്ടുള്ള കൊൽക്കത്തയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രെയിനുകളുടെ അപകടം ഒഴിവാക്കാനായി റെയിൽവേ നടപ്പിലാക്കിയ സാങ്കേതിക സംവിധാനത്തിൻ്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ആയിട്ടുള്ള കവച് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം കിടക്കാം. കേരളത്തിലെ ആദ്യത്തെ IT പാർക്ക് ഏത്? ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ ബി ആയിട്ടുള്ള ടെക്നോ പാർക്ക്. തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്കാണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി. ബിരുദതല പൊതുപ്രവേശന പരീക്ഷകൾക്കായി കീ ടു എൻട്രൻസ് എന്ന പേരിൽ സൗജന്യ പരിശീലന പദ്ധതി ആരംഭിച്ച സ്ഥാപനം ഏത്? കേരള ഗവൺമെൻറ്റിൻ്റെ കൈറ്റ് ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി ആയിട്ടുള്ള കൈറ്റ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം 38ാമത്തെ. 2024 ശാസ്ത്ര ഗവേഷണ രംഗത്തെ മികവിനുള്ള ഇൻഫോസിസ് സയൻസ് ഫൗണ്ടേഷൻ ISF അവാർഡുകൾ ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള പ്രൊഫസർ മുഹമ്മദ് കുരിയ ആണ് ആൻസർ, ഓപ്ഷൻ ഡി ആണ്. 39ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് കണ്ടെത്തുക. ആൻസറായിട്ട് വരുന്നത് 1, 2, 3 എന്നിവ ശരിയാണ്. അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അതായത് 2023 സരസ്വതി സമ്മാന പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കാണ്, അത് ശരിയാണ്. കൽപ്പാറ്റ നാരായണനാണ് മികച്ച കവിതയ്ക്കുള്ള 2023 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്, അതും ശരിയാണ്. S സോമനാഥ് ഭുവനേശ്വരി എന്നിവർക്കാണ് 2024 കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത്. സോ അത് 3 കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യത്തിൽ എടുക്കാം. 40ാമത്തെ ചോദ്യം. ആരാണ് സംസ്ഥാന സ്കൂൾ കായിക മേളയുടെ ബ്രാൻഡ് അംബാസഡർ? ഉത്തരമായിട്ട് വരുന്നത് PR ശ്രീജേഷ്. ഓപ്ഷൻ സി ആയിട്ടുള്ള PR ശ്രീജേഷ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം 41ാമത്തെ. നിലവിലെ കേരള മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള 3 ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 42ാമത്തെ ചോദ്യം. കേരളത്തിലെ നിലവിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ യോജിക്കാത്തത് കണ്ടെത്തുക. ഇതിന് ആൻസർ വരുന്നത് 2, 3, 4 എന്നിവയാണ് ശരി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഇനി അടുത്ത ചോദ്യം 43ാമത്തെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായത് ആര്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള EK നാരായണനാണ് കറക്റ്റ് ആൻസർ. 44ാമത്തെ ചോദ്യം. നീതി ആയോഗിൻ്റെ നിലവിലെ വൈസ് ചെയർമാൻ ആര്? ഉത്തരമായിട്ട് വരുന്നത് സൂമൻ ബെറിയാണ്. അതായത് ഓപ്ഷൻ സി ആയിട്ടുള്ള സൂമൻ ബെറിയാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ. ഇനി അടുത്ത ചോദ്യം. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആര്? ഉത്തരമായിട്ട് വരുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. പക്ഷേ ഇതിനകത്ത് ഉത്തരം കൊടുത്തിട്ടില്ല ഓപ്ഷൻസിൽ. സോ ആ ചോദ്യം ക്യാൻസൽ ആവാൻ സാധ്യതയുണ്ട്. അടുത്ത ചോദ്യം 46ാമത്തെ. ആരെയാണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത്? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ APJ അബ്ദുൽ കലാം ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ആണ്. ടെസി തോമസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്, ഓപ്ഷൻ എ ആയിട്ടുള്ള ടെസി തോമസ്. 47ാമത്തെ ചോദ്യം. ഏത് സംസ്ഥാനത്താണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ആന്ധ്രാപ്രദേശിലാണ് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്നത്. 48ാമത്തെ ചോദ്യത്തിലടക്കാം. ഇവിടെ വച്ചാണ് 2024 സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം നടന്നത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള ആലപ്പുഴയിൽ വച്ചാണ്. 49ാമത്തെ ചോദ്യം. 2023 മികച്ച ചിത്രത്തിനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ച സിനിമ ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള കാതൽ ദി കോർ. കേളി എന്നത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള കഥകളിയുമായി ബന്ധപ്പെട്ടതാണ് കേളി എന്നത്. ഇത്രയാണ് നമ്മുടെ ആദ്യത്തെ 50 ചോദ്യങ്ങൾ. ഇനി അടുത്ത 50 ചോദ്യങ്ങളായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ വരുന്നതാണ് ഒരു അരമണിക്കൂറിനുള്ളിൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർട്ട് 2 അപ്ലോഡ് ചെയ്തേക്കണത് ലിങ്ക് കാണാൻ പറ്റും. അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാവുന്നതാണ്.